പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഇന്ന് രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2020 ജൂലൈ മാസം 5-ാം തീയതി ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 6 മാസവും ദൈവം നമ്മെ സൂക്ഷിച്ചു. മാർച്ച് മാസം 2-ാമത്തെ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചതാണ്. അനന്തരം ഇതുവരെയും നമ്മുടെ ആരാധനാലയം തുറന്ന് ഒരുമിച്ച് ആരാധിക്കാനുള്ള അവസരം ലഭ്യമായിട്ടില്ല. ഇനി എപ്പോൾ അത് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയും വ്യക്തമായൊരു ധാരണ നമുക്കില്ല. നാം അറിയുന്നത് പോലെ ഓരോ ദിവസവും ഇപ്പോഴത്തെ ഈ മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ ദിവസം ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയൊരു സംഖ്യയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന് നടുവിൽ പ്രാർത്ഥിക്കാം, അതല്ലാതെ മറ്റൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇതിന് നടുവിലും ദൈവകൃപ അനുഭവിക്കാൻ നമുക്ക് സാധിച്ചെന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. വീണു പോകാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവദിന ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു. 9-ാം വാക്യത്തിൽ അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പ്രഖ്യാപനം വ്യത്യസ്ത നിലകളിലാണ് നാം വായിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സംബന്ധിച്ചുള്ള അക്കാര്യം 4 സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈ മർക്കോസ് 16-നകത്ത് നമ്മൾ കാണുന്നത് ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും അവളോടൊപ്പമുള്ള യാക്കോവിൻ്റെ അമ്മ മറിയ, ശലോമ എന്നിവർ ചേർന്ന് അധികാലത്തെ കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. അവർ പറഞ്ഞുകൊണ്ട് പോകുന്ന വാചകങ്ങൾ വളരെ പ്രസിദ്ധമാണ്. നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ അവരോട് ചെല്ലുമ്പോൾ ആ പ്രതിസന്ധിയൊക്കെ മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതല്ല നമ്മുടെ ചിന്താ വിഷയം, അതല്ല. അങ്ങനെ വിഷണ്ണരായിരിക്കുന്ന ആ സഹോദരിമാരുടെ മുൻപിൽ അവൾ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യം ഈ സഹോദരിമാരോട് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. മറ്റു സുവിശേഷങ്ങളിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയത് പത്രോസ് എഴുതിയ സുവിശേഷം തന്നെയാണ്. മറ്റ് സുവിശേഷങ്ങളിലില്ലാതെ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഒരു വ്യക്തമായ വെളിപ്പാടാണ് ഈ വാചകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? 86-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്: നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും വിശ്വസ്തതയുള്ളവൻ തന്നെ. ഈ 5 കാര്യവും, കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഒക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ പോലെ തന്നെയാണ്, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു.
എന്നാൽ അതിനെ ഓരോന്നിനെ എടുത്ത് അപഗ്രഥിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടാകും ഓരോ പദപ്രയോഗങ്ങൾക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുള്ളവൻ. എന്താണ് കരുണ? എന്താണ് കൃപ? ഇത് തമ്മിൽ നാം പഠിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ മർക്കോസ് എഴുതിയ സുവിശേഷം വായിച്ച വാക്യത്തിന്റെ അർത്ഥതലം നമുക്ക് കുറെ കൂടെ ബോധ്യമാകുന്നത്. കരുണയെന്ന് പറയുന്നത്, ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് എനിക്ക് അർഹമായത് തരാതിരുന്നതാണ്. ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് എനിക്ക് അർഹതയില്ലാത്തത് തന്നതാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞ മനുഷ്യർ ജാതി ദൈവത്തിൽ നകന്ന നിത്യശിക്ഷയ്ക്ക് അടിമകളായിരുന്ന, നിത്യനരകത്തിനടിമകളായിരുന്ന എന്നെ നിങ്ങളെയും ദൈവം തമ്പുരാൻ രക്ഷിച്ചത് കരുണയുടെ അടിസ്ഥാനത്തിലാണ്. കരുണ, അവന്റെ കരുണ, എനിക്ക് അർഹമായ ശിക്ഷ തരാതിരുന്നതാണ് ദൈവത്തിന്റെ കരുണ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത് എനിക്ക് അർഹതയില്ലാത്ത, ഒരിക്കലും അർഹതയില്ലാത്ത ആ ദൈവിക പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവന്ന് മക്കൾ എന്ന അനുഭവത്തിൽ, മകൻ എന്ന അനുഭവത്തിലേക്ക് നമ്മെ ആക്കി തീർത്തു. അതാണ് ദൈവത്തിന്റെ കൃപ. അപ്പൊ ഈ കൃപയും കരുണയും തമ്മിൽ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളാണ്. നീയോ കർത്താവേ കരുണയുള്ള ദൈവം, എനിക്ക് അർഹമായിരുന്ന ശിക്ഷകൾ, എനിക്ക് അർഹമായിരുന്ന ദൈവിക ന്യായവിധികൾ അതെനിക്ക് തരാതെ കരുണയോടെന്നെ കാത്തല്ലോ. അപ്പോൾ തന്നെ കൃപ, ദൈവമേ ഒരിക്കലും അർഹതയില്ലാത്തത് നീ എനിക്ക് തന്നല്ലോ. പ്രിയമുള്ളവരെ, മറ്റെന്ത് മറന്നുപോയാലും എല്ലാ പ്രഭാതത്തിലും, എല്ലാ സന്ധ്യയിലും, എല്ലാ ആഴ്ചയിലും, എല്ലാ മാസത്തിലും ഞാനും നിങ്ങളും ധ്യാനിക്കേണ്ടതാണ് ഈ രണ്ട് പദപ്രയോഗം: അവൻ്റെ കരുണ, അവൻ്റെ കൃപ. ഇന്ന് നമ്മളിവിടെ ജീവനോടായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവത്തിൻ്റെ കൃപയുടെയും അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, COVID-19 എന്ന ഈ മഹാമാരി ലോകത്തെ മുഴുവനും പിടിച്ചുലച്ചു കളഞ്ഞു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾക്കുള്ളിൽ ഒറ്റയാളിൽ നിന്ന് തുടങ്ങി ലോകത്തെ മുഴുവനും വിറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അതിന് പ്രതിവിധി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക. അത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ദൈവം നമ്മളെ സൂക്ഷിക്കും, അത് സത്യം. പക്ഷേ ഗവൺമെന്റിനെ നമ്മൾ അനുസരിക്കേണ്ടതാണ്, നിയമങ്ങളെ നാം പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർദ്ദേശങ്ങൾ അതത് സമയത്ത് പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആരാധനാലയത്തിൽ കൂടി വരാൻ കഴിയാത്തത്. കാരണം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന നിയമം അളവും അനുസരിച്ച് നമ്മുടെ ആരാധനാലയത്തിൽ 11-12 പേർക്കല്ലാതെ വന്ന് ആരാധിക്കാൻ കഴിയുകയില്ല. അതും മാസ്കൊക്കെ ധരിച്ച് പ്രത്യേക സംവിധാനത്തിലൊക്കെ വേണം കാര്യങ്ങൾ നടത്തുവാൻ. ആയതുകൊണ്ട് തന്നെയാണ് ആരാധനാലയം തുറക്കാൻ കഴിയുന്നത്. ഈ മാസവും നമുക്ക് സാധിക്കുമോ എന്നറിയത്തില്ല. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ കരുണയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത കഥ നമുക്കറിയാം. തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ലഭിക്കാനൊക്കെയാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്. കർത്താവിന്റെ പ്രാർത്ഥനാ സമയത്ത് അവരൊക്കെ തന്നോടുകൂടി ഉണ്ടാകണമെന്നും കഷ്ടസമയത്ത് തന്നോടുകൂടി ഉണ്ടാകണമെന്നും ഒക്കെ കർത്താവ് ആഗ്രഹിച്ചതാണ്. പക്ഷെ അതൊന്നും സാധിച്ചില്ല. നമുക്കറിയാം, ആടുകളുടെ ഇടറും ഇടയനെ വെട്ടും
എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 14-ാം അധ്യായത്തിൽ യേശുവരോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. 14:27. അപ്പോൾ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായ പത്രോസ് പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പത്രോസ് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. നമ്മുടെ കർത്താവിനെ 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു. 14-ാം അധ്യായത്തിന്റെ 68, 69, 71 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ 3 പ്രാവശ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. ശ്രദ്ധിക്കുക, യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തത് രഹസ്യത്തിലാണ്, വളരെ രഹസ്യത്തിൽ. ശിഷ്യന്മാരാരും അറിഞ്ഞിട്ടില്ല, കർത്താവിനോട് കൂടെ അനുഗമിക്കുന്ന ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല. അന്നത്തെ അധികാരികൾ വളരെ പരമരഹസ്യമായിട്ടാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. എന്നിട്ട് പ്രത്യക്ഷത്തിൽ കർത്താവുമായി വളരെ സ്നേഹഭാവം ഉള്ളയാളായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പത്രോസ് ഒരർത്ഥത്തിൽ യൂദായേക്കാൾ വലിയ തെറ്റാണ് ചെയ്തത്. പരസ്യമായി 1 അല്ല 3 പ്രാവശ്യം. ഒടുവിലത്തെ പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞിട്ട് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവൻ്റെ കൂടെ ഉൾപ്പെട്ട ആളല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ദൈവകുഞ്ഞുങ്ങളായി തീർന്നത്, ദൈവമക്കളായി തീർന്നത് പരസ്യമായി ഏറ്റുപറച്ചിൽ കൂടെയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്ത് നാം ദൈവമക്കളായി തീർന്നു. എത്ര ലളിതമായൊരു സംവിധാനമാണ് ദൈവകുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നത്. നമുക്കറിയാം, യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവിനെ കൈക്കൊണ്ട് ദൈവമക്കളാകാനുള്ള സംവിധാനം ഏറ്റുപറഞ്ഞ് എൻ്റെ ഒറ്റ കാരണത്താൽ, നീ എൻ്റെ കർത്താവ്, നീ എൻ്റെ രക്ഷിതാവ്, നീ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, നീ അടക്കപ്പെട്ടു, നീ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി കാത്തതിൻ്റെ രക്ഷയ്ക്കായി നീ വീണ്ടും വരുമെന്നും എൻ്റെ രക്ഷിതാവ് അവിടുന്നാണെന്നും നാം ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതുജനനമുണ്ടായി. അങ്ങനെ പുതുജനനമുണ്ടായി ദൈവ കുടുംബത്തിലെ അംഗമായി തീരാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് തന്നു ഏറ്റുപറച്ചിൽ കൂടെ. എന്നാൽ ഇവിടെ നോക്കുക, പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഏറ്റു പറയുകയാണ്. അധ്യക്ഷന്മാരുടെയും ഉന്നതന്മാരുടെയും ഒക്കെ മുൻപിൽ ഞാൻ അവനെ അറിയുന്നില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, നിങ്ങൾ പൊളിയാണ് പറയുന്നത്, അങ്ങനെയല്ല, ഞാൻ അവനെ വിട്ട് ഉൾപ്പെട്ട ഒരാളെ അല്ല, സത്യം ചെയ്ത് പറയുകയാണ്. പ്രിയമുള്ളവരെ, അർത്താൽ അവൻ ആ ഗണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ശിഷ്യൻ എന്നുള്ള പേരിന് അവൻ യോഗ്യനല്ല, അപ്പോസ്തലൻ എന്ന ആ നിലയ്ക്ക് അവൻ യോഗ്യനല്ല. കാരണം ഏറ്റുപറഞ്ഞു. പക്ഷേ ശ്രദ്ധിച്ചാൽ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഉയർത്തെഴുന്നേറ്റ ആ സത്യം സഹോദരിമാരോട് പറയുമ്പോൾ നിങ്ങൾ ചെന്ന ശിഷ്യന്മാരോടും പത്രോസിനോടും സ്പെസിഫൈ ചെയ്ത് പത്രോസിനെ എടുത്തു പറയുകയാണ്. ആ പദം, പത്രോസിന്റെ പേരെടുത്തു പറയുകയാണ്. കാരണം നമ്മൾ മുൻ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, യേശു പറഞ്ഞത് ഓർത്ത് പുറത്തുപോയി കരഞ്ഞ പത്രോസിനെ നമുക്കവിടെ കാണാം. പ്രിയമുള്ളവരെ, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ആ പത്രോസിനോട് ദൈവത്തിന് പ്രത്യേക ഒരു കരുതലുണ്ടായിട്ട് ശിഷ്യന്മാരോട് മൊത്തത്തിൽ ചെന്ന് പറയുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി പത്രോസിനോടും ഈ സുവിശേഷത്തിൽ മാത്രമേ നാം അത് കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റോമാലേഖനത്തിൽ 9:16 വായിച്ചത്, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. എന്തിന്? അവിടെ കൊണ്ടും തീരുന്നില്ല പത്രോസിന്റെ കഥ. യോഹന്നാൻ 21 വരുമ്പോൾ ഉയർപ്പൊക്കെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ട് 21-ാം അധ്യായത്തിൽ ശേഷം 6 പേരോടുകൂടെ പത്രോസ് മീൻ പിടിക്കാൻ പോകുന്ന രംഗം നമുക്കറിയാം. യോഹന്നാൻ 21, ഞാൻ മത്സ്യത്തെ പിടിക്കാൻ പോകുന്നു. അപ്പൊ ശേഷമുള്ളവർ പറഞ്ഞു ഞങ്ങളും പോരുന്നു.
നമുക്കറിയാം ആ രാത്രി അവർ ഒന്നും പിടിച്ചില്ലെന്നും. പത്രോസിനോട് കർത്താവ് 3 ആവർത്തി ചോദിക്കുന്നുണ്ട്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം അവനോട് ചോദിച്ചു. അതിൻ്റെ വ്യക്തമായ മറുപടിയൊക്കെ കൊടുക്കുകയും കർത്താവ് അതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്ത അനന്തരം അതേ അവൻ്റെ ജീവിതത്തിൻ്റെ മരണ അവസ്ഥ വരെ എന്ന് പറഞ്ഞാൽ അവനൊരു നല്ല വാർദ്ധക്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞിട്ടാണ് അവരുടെ ആ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ രാവിലെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. എന്താണ് പത്രോസിനെ ദൈവം ഇങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം നമുക്കറിയാം 50-ാം ദിവസം പെന്തക്കോസ്ത് നാൾ പത്രോസ് ഉൾപ്പെടുന്ന ആ സംഘം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 120 പേരുടെ ആ സംഘം മർക്കോസിന്റെ മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെന്തക്കോസ്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ആദ്യമായി എല്ലാവരിലേക്ക് ഒരുപോലെ വന്ന് ആ വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിച്ചു. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അവരോരോരുത്തരും അന്യ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങി ഇന്നുവരെയും തീർന്നു പോയിട്ടില്ല. അനന്തരം നാം കാണുന്നത് അപ്പോസ്തലർ 2:14 11 പേരോടുകൂടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന പത്രോസിനെയാണ് നാം കാണുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അനുഗ്രഹീതമായ ദൈവിക തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവരൊരുമിച്ച് സമ്മേളിച്ച് കാണും. ദൈവസഭയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കതക് ആര് വെക്കണം, അതല്ലെങ്കിൽ അത് ആര് തുറക്കണം? നമുക്കറിയാം, നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞ് വളരെ പ്രാർത്ഥനയുടെയും ശ്രമഫലമായി നാം ഒരു ഭവനം പണിത് കഴിയുമ്പോൾ ദൈവജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ആ കഥ ഒന്ന് തുറക്കും. കഥക് തുറന്നകത്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ആ ഭവനം സമർപ്പിച്ചത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്താണ് വീട്ടുകാരെ അത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, ദൈവം തന്ന ദാനത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആരാണ് ആ കഥകൊന്ന് തുറക്കുന്നത്? ചിലപ്പോൾ സഭാ ശുശ്രൂഷകനായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരിക്കാം. എന്തുമാകട്ടെ, അതിനൊരു പ്രാധാന്യമുണ്ട്. 24-ാം സങ്കീർത്തനമൊക്കെ വായിച്ചാണല്ലോ നമ്മൾ അതിനകത്ത് കയറുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനമൊക്കെ വായിച്ച് പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞാണ് അകത്തോട്ട് കയറുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസഭ ഇവിടെ ഉടലെടുക്കുമ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ സംഭവം ഈ ഭൂമിയിൽ ഉടലെടുക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം ഒരുമിച്ച് സമ്മേളിച്ച് ആ ദൈവസഭയുടെ ആരംഭം എങ്ങനെ ആയിരിക്കണം, ആരായിരിക്കണമെന്നവർ ചിന്തിച്ചപ്പോൾ അത് പത്രോസ് തന്നെ ആയിരിക്കണമെന്ന് ചിന്തിച്ചെന്ന് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ട് പിന്നത്തേതിൽ ദൈവിക പ്രത്യക്ഷത ഉണ്ടായ അനന്തരവും മത്സ്യം പിടിക്കാനായിട്ട് പോയ ആ പത്രോസിനെ സ്നേഹത്തോടെ കരുണയോടെ അടുത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവസഭ പണിയുന്ന ചുമതല അവനെ ഏൽപ്പിച്ചു. അപ്പോസ്തലർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ പത്രോസ് 11 പേരോടൊന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്തോ തൻ്റെ ഇടവും ധൈര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടുകൂടെ പൗലോസിന്റെ ഒരു നീണ്ട പ്രസംഗമാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 37-ാം വാക്യത്തിൽ വന്നപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോട് ശേഷം അപ്പോസ്തലൻ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നോക്കിക്കേ, അവരെ കല്ലെറിഞ്ഞ് ഓടിച്ചെന്നല്ല അവിടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസമാം 11 പേരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് അവരോടൊപ്പം നിന്ന് പ്രസംഗിച്ച് അന്ന് 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ധ്യാനിച്ചായിട്ട് പ്രിയമുള്ളവരെ,
കരുണ തോന്നുന്ന ദൈവത്തെക്കുറിച്ച് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. കരുണ തോന്നുന്ന ദൈവം. നമ്മളും നമ്മുടെ തലമുറകളും ദൈവത്താൽ കരുണ തോന്നിയതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ പലരെയും എഴുതിത്തള്ളും, പലരെയും നിസ്സാരമായി കണ്ടുകളയും. അങ്ങനെ അരുത്. റോമാലേഖനം 9:16 നാം ഹൃദ്യസ്ഥമാക്കണം. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധിക്കുന്നത്. പഴയ നിയമത്തിലൊരു ലഘു ഉദാഹരണമുണ്ട്. ഇസ്രായേലിൽ രാജാവിനെ വാഴിക്കാനായിട്ട് ശമൂവേൽ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് കടന്നു പോകുമ്പോൾ ഇശ്ശായിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ചിലപ്പോൾ ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്ന ഉന്നതന്മാരായ ആളുകളൂടെ ഉണ്ട്. ഏലിയാവ്, ശമ്മ എന്നൊക്കെ പറഞ്ഞ് 2-3 ആളുകളെ അവിടെ പേര് പറയുന്നുണ്ട്. അവർ 7 പേരെയും വരുത്തി. യഹോവ അവരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരുവനുണ്ട്, അവൻ ആടിനെ തീറ്റുകയാകുന്നു. ശമൂവേൽ പറഞ്ഞത്, അവനെയും കൂടെ വരുത്തിയിട്ടല്ലാതെ പന്തിയിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാഴ്ചയാലാണെങ്കിൽ ആരോഗ്യമുള്ള, നല്ല നെഞ്ചുവിരിവുള്ള, നല്ല ഹൈറ്റുള്ള ആളുകളെയൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ഞാൻ അയോഗ്യനാണ്, ആയിരുന്നു. പക്ഷെ എന്നെ ദൈവം തെരഞ്ഞെടുത്തു ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടി. എന്നേക്കാൾ പ്രാപ്തിയുള്ള എത്ര പേരുണ്ടായിരുന്നു? എന്നേക്കാൾ കഴിവുള്ള എത്ര ആളുകളുണ്ട്? പക്ഷേ ഇച്ഛിക്കുന്നതിനാലുമല്ല, ഓടുന്നതിനൊരുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത്. അപ്പം ഞാനിന്ന് നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത്, അവസരം കിട്ടിയാൽ നാളെ പറയുന്നത്, ഒറ്റ കാര്യത്തിൽ ദൈവം എന്നോട് കരുണ തോന്നി. ദൈവം എന്നോട് കരുണ തോന്നി. ഈ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറ. ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, പ്രത്യേകമായ ഒരു താല്പര്യപൂർവം പത്രോസിനെ തള്ളിപ്പറഞ്ഞ് തള്ളപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്ന് അവനെ പ്രഥമ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിൽ നാം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എഴുതി തള്ളിക്കളയും. നമ്മളൊക്കെ വളർന്നു വന്നതുപോലെയല്ല അവർ വളർന്നു വരുന്നത്, നമ്മളൊക്കെ ജീവിച്ചതുപോലെയല്ല അവർ ജീവിക്കുന്നത്, നമ്മുടെ രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിക്കളയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ഓരോ പദ്ധതികളുണ്ട്. നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നാളത്തെ കാര്യം നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അത് നയിക്കും. ദാവീദിനെ തെരഞ്ഞെടുത്തതുപോലെ മനുഷ്യൻ പുറമേ ഉള്ളത് അറിയുമ്പോൾ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്ന ഒരുവനുണ്ട്, അതാണ് സ്വർഗസ്ഥനായ ദൈവം. പത്രോസിനെ ഈ വേലയ്ക്ക് കൊള്ളാം എന്ന് മുന്നമേ കണ്ടതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ അവനെ പെടുത്തിയത്. തള്ളിപ്പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യൂദായേക്കാൾ വലിയ തെറ്റാ പത്രോസ് ചെയ്തത്. പക്ഷേ നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം യൂദാ ചെയ്തതുപോലെ വേണമെങ്കിൽ പത്രോസിനും ചെയ്ത് തൻ്റെ ജീവൻ നശിപ്പിച്ച് കളയാമായിരുന്നു. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ എന്താണെന്നറിയാമോ? ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകൾ ധാരുണ സംഭവങ്ങൾ നടക്കുന്നു. നമ്മുടെ ചുറ്റുപാടിൽ എത്രയോ ആത്മഹത്യകൾ, കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്നു. എന്താ അതൊന്നും നമുക്ക് സംഭവിക്കാതിരുന്നത്? കർത്താവിന് നമ്മോടുള്ള കൃപയും കരുണയും കൊണ്ട് മാത്രം. എടുത്തു പറയട്ടെ, കരുണ കൊണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ എല്ലാം സാധിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കരുണ എന്നോടുള്ളത്, ദൈവത്തിൻ്റെ സ്നേഹം എന്നോടുള്ളത് എത്ര വലുതാണ്,
എന്നേ ഞാൻ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. അതെ, നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. പക്ഷേ കരുണ തോന്നിയ ദൈവം എന്നോട് കരുണ തോന്നി മനസ്സലിഞ്ഞ് എന്നെ അവൻ്റെ കൃപയിൽ നിർത്തി എന്ന് മാത്രം പറഞ്ഞ് സകല മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഈ സദ്വർത്തമാനിച്ചെന്ന് പറയണം. അവനെ സ്പെഷ്യലായിട്ടൊന്ന് പരിഗണിക്കണം. നമ്മുടെ വീട്ടിൽ 3-4 കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ. ക്ഷീണിതനായൊരു കുഞ്ഞുണ്ടെങ്കിൽ അമ്മയുടെ അപ്പൻ്റെയും ശ്രദ്ധ ആ കുഞ്ഞിൻ്റെ മേലുണ്ടാകും. ഇവിടെ ഇതാ വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ച് വിശ്വാസത്തിൽ ആരോഗ്യമില്ലാതെ തീർന്ന് കൈകാലുകൾ തളർന്ന ഒരു കുഞ്ഞിനെ പോലെയോ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെയോ പരസഹായം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീർന്നത് പോലെ കർത്താവ് പത്രോസിനെ പരിഗണിച്ച് പത്രോസിനോടും ചെന്ന് പറ എന്ന് പറഞ്ഞു വിട്ട് അവനെ കൂടെ ഉൾപ്പെടുത്തിയതുപോലെ ഈ രാവിലെ നമുക്ക് ധ്യാനിക്കാം. ലോക്ക്ഡൗൺ കാലമാണ്. ക്ഷീണം സംഭവിക്കാം, തളർച്ചകൾ ഉണ്ടാകാം, തള്ളിപ്പറയുന്നതിൻ്റെ വരെ വക്കിലെത്തിയേക്കാം. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാം. എങ്കിലും നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? കരുണ തോന്നുന്ന ഒരു ദൈവം. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഇന്നും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ലെന്ന് സമ്മതിച്ചേറ്റ് പറയാം. ഇന്നലത്തെ തെറ്റുകൾ, മിനിഞ്ഞാന്നത്തെ തെറ്റുകൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ യാതൊരു യോഗ്യതയുമില്ല നമുക്ക് നിൽക്കുവാൻ. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ വേദപുസ്തകമായി നമുക്ക് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറയാം: കരുണ മാത്രം. ഞാൻ നിർത്തട്ടെ. എപ്പോഴാണ് ഇനി നമ്മൾ ഒരുമിച്ച് കൂടുന്നതെന്ന് അറിയുന്നില്ല. അതുവരേക്കും ദൈവത്തിൻ്റെ വചനം ഈ വിധത്തിൽ ഞാൻ സംസാരിക്കാം. കർത്താവ് അവസരം തരുന്നെങ്കിൽ കരുണ ലഭിച്ച പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയുള്ള മക്കളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ തീരുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. നമ്മുടെ ദൈവം കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. ആ കർത്താവിൻ്റെ തീർന്നു പോകാത്ത കരുണയ്ക്കുള്ളിൽ, കൃപയ്ക്കുള്ളിൽ എന്നെ നിങ്ങളെയും പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. തലള വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിനായ സ്തോത്രം. ഒരിക്കൽ കൂടെ നിന്റെ വചനം പറയാനുള്ള ഭാഗ്യം എളിവനാടിയന് തന്നുകൊണ്ട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ആ സഹോദരിമാരോട് പറഞ്ഞിട്ട് അവർ ചെന്ന് ശിഷ്യന്മാരോടും പത്രോസിനോടും എന്ന് പ്രത്യേകം പറഞ്ഞ് പരിഗണന കൊടുത്ത് അവനെ അംഗീകരിച്ച്, കർത്താവെ, ദൈവസഭയുടെ ആ ആരംഭം കുറിക്കേണ്ടതിന് വേണ്ടി, അതിൻ്റെ കതവ് തുറക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ നഷ്ടപ്പെട്ടു പോകേണ്ടവനെ, തള്ളപ്പെട്ടു പോകേണ്ടവനെ പിന്നെയും ചേർത്തണച്ച് ഒന്നാം സ്ഥാനത്തേക്ക് അടുപ്പിച്ച് ഒരു പ്രസംഗത്തിൽ തന്നെ 3000 പേര് മുന്നോട്ട് വരത്തക്കവണ്ണം ആ നിലയിൽ കരുതിയതുപോലെ ഞങ്ങളോടും കരുണ തോന്നിയ ദൈവമേ, നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കഴിവോ, ഞങ്ങളുടെ പ്രാപ്തിയോ, ഞങ്ങളുടെ അറിവോ, കർത്താവെ, ഞങ്ങളുടെ ശ്രേഷ്ഠതകളോ ഒന്നുമല്ല. കർത്താവിൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. അത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചന സത്യത്തിൽ ഗ്രഹിച്ച് അങ്ങയുടെ മുമ്പാകെ വിനീതരായി കർത്താവെ അങ്ങയെ വണങ്ങി അങ്ങയെ ആരാധിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ വ്യക്തികളെയും അവിടെവിടങ്ങളായി സൂക്ഷിക്കണമേ. മഹത്വവും മാനവിടുന്ന് എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മേഘത്തിലവരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.